അറിഞ്ഞാൻ MP-യിലേക്ക് പോവുകയാണ്. ശ്രീ ശിവദാസ്, ഇന്ന് പ്രതിപക്ഷ MP-മാർ ആഭ്യന്തരമന്ത്രിയെ കണ്ടിട്ടുണ്ട്. ആഭ്യന്തരമന്ത്രി നൽകിയ ഉറപ്പെന്താണ്? ആഭ്യന്തരമന്ത്രിയെ ഞങ്ങൾ MP-മാർ കാണുകയുണ്ടായി. അദ്ദേഹം പറഞ്ഞിട്ടുള്ള ഈ കേസിൽ ഇടപെടുമെന്നും അവിടെ യാതൊരു വിധത്തിലും പ്രശ്നമില്ലാത്ത നിലയിൽ അവരെ ജയിൽ മോചിതരാക്കുന്നതിന് വേണ്ടിയുള്ള എല്ലാ സഹായവും അദ്ദേഹം വാഗ്ദാനം ചെയ്യുകയുണ്ടായി. നടപ്പിലാക്കപ്പെടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. പക്ഷെ അങ്ങനെ പറയുമ്പോഴും ഇവിടെയുള്ള വിഷയം എന്താന്ന് പറഞ്ഞാൽ രാജ്യത്താകെ ന്യൂനപക്ഷങ്ങൾക്കും ഈ സർക്കാരിനെതിരായി നിലപാടെടുക്കുന്ന ആളുകൾക്കുമെതിരായിട്ടുള്ള അതിരൂക്ഷമായിട്ടുള്ള അക്രമം രാജ്യവ്യാപകമായി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഛത്തീസ്ഗഡിൽ ജയിലിലടക്കപ്പെട്ട നമ്മുടെ പ്രിയപ്പെട്ട സിസ്റ്റേഴ്സ്, അവർ ജയിലിൽ അനുഭവിക്കേണ്ടി വരുന്ന മാനസിക പ്രയാസത്തെക്കുറിച്ചും അവർക്ക് നേരിടേണ്ടി വരുന്ന അതിരൂക്ഷമായിട്ടുള്ള വേദനാകരമായിട്ടുള്ള അനുഭവങ്ങളെക്കുറിച്ചും എല്ലാം ഇതിനകം തന്നെ വിവരിക്കപ്പെട്ട് കഴിഞ്ഞതാണ്. ഇത് ആദ്യത്തെ അനുഭവമാണ്. എത്ര കാലമായി ഇത് തുടങ്ങിയിട്ട്? 1992 ഡിസംബർ മാസം 6-ാം തീയതി ബാബരി മസ്ജിദിന്റെ മകുടങ്ങൾ അടിച്ച് തകർത്തിട്ടുള്ള ഭീകര സംഘം അതിന്റെ താണ്ഡവം തുടരുകയാണ്. 99-ൽ ഗ്രഹാം സ്റ്റെയിൻസിനെ ഒഡീഷയിൽ കുടുംബത്തെ ചുട്ടുകൊന്നവരുടെ നൃത്തം. 2002-ൽ അത് 1054 മനുഷ്യർ കൂട്ടക്കുരുതിക്ക് വിധേയമാക്കപ്പെട്ടു എന്ന് ഔദ്യോഗികമായി പറയപ്പെടുന്ന ഗുജറാത്തിൽ 2000-ലധികം ആളുകൾ കൊല ചെയ്യപ്പെട്ടു എന്ന് അനൌദ്യോഗികമായ കണക്കുള്ള ഗുജറാത്തിന്റെ അനുഭവത്തിലൂടെ നാം വീണ്ടും കണ്ടു. അഖിലേക്ക് കൊല ചെയ്യപ്പെട്ട ഉത്തർപ്രദേശിൽ നിന്ന് ഉത്തരാഖണ്ഡിൽ അരുങ്കൊല ചെയ്യപ്പെട്ട ആദിവാസി യുവാവിലൂടെ നാം ഈ ഭീകരത കണ്ടുകൊണ്ടിരിക്കുകയാണ്. മധ്യപ്രദേശിൽ 4 പേർ ഒരുമിച്ച് കൊല ചെയ്യപ്പെട്ട അനുഭവം നാം കേൾക്കുകയുണ്ടായി. ഇങ്ങനെ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ അരുങ്കൊലകൾ തുടരുന്നു. ആദിവാസികൾ, ദളിതർ, ജനാധിപത്യവാദികൾ ആക്രമിക്കപ്പെടുന്നു. ദബോൽക്കർ കൊല ചെയ്യപ്പെട്ടു മഹാരാഷ്ട്രയിൽ. ഗോവിന്ദ് പൻസാരെ കൊല ചെയ്യപ്പെട്ടു മഹാരാഷ്ട്രയിൽ. എഴുത്തുകാർ, എതിരായി നിലപാടെടുക്കുന്നവർ, സ്റ്റാൻ സ്വാമി, മനുഷ്യാവകാശത്തിന് വേണ്ടി പ്രവർത്തിച്ച ആദിവാസികളുടെ ദളിതരുടെ അവകാശങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ച മനുഷ്യനെ ജയിലിലടച്ച് അതിക്രൂരമായ നിലയിൽ ഒരുപാട് ഉദാഹരണങ്ങൾ, ഒരുപാട് കണക്കുകൾ നമ്മുടെ മുന്നിലുണ്ട്. ഡോക്ടർ വി ശിവദാസൻ, വീണ്ടും ആഭ്യന്തരമന്ത്രിയുടെ പ്രതികരണത്തിലേക്ക് വരുമ്പോൾ ഡോക്ടർ വി ശിവദാസൻ, ആഭ്യന്തരമന്ത്രി ഉറപ്പ് നൽകുമ്പോൾ ഈ NIA കേസാക്കിയത് മാറ്റിയത് അത് തെറ്റാണ്, അത് തെറ്റായിപ്പോയി എന്ന് ആഭ്യന്തരമന്ത്രി പറഞ്ഞിട്ടുണ്ടോ? അദ്ദേഹത്തിന്റെ സംസാരത്തിനിടയിൽ ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടിട്ടുള്ള കാര്യം, ഈ കേസ് നിലനിൽക്കുന്നതല്ല എന്ന ഒരു ബോധ്യം ജനകീയ പ്രക്ഷോഭത്തിന്റെ എല്ലാം ഭാഗമായി അദ്ദേഹം ഉൾപ്പെടെയുള്ള ആളുകൾക്കെല്ലാം രൂപപ്പെട്ടിട്ടുണ്ട് എന്നാണ് ഞങ്ങൾക്ക് തോന്നിയിട്ടുള്ളത്. ഇനി അതിന്റെ മറ്റു കാര്യങ്ങൾ, നടപടികൾ കൂടി വരുമ്പോഴാണ് നമുക്കാകെ ബോധ്യപ്പെടുന്ന നിലയുണ്ടാകുക. കേവലം RSSന്റെയും BJPയുടെയും രാഷ്ട്രീയമായിട്ടുള്ള സമീപനം നമുക്കെല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. വോട്ടിന് വേണ്ടി, താൽക്കാലിക തെരഞ്ഞെടുപ്പ് നേട്ടത്തിന് വേണ്ടി അവരെടുക്കുന്ന സമീപനങ്ങളിൽ നിന്ന് വ്യത്യസ്തമാണ് അവരുടെ യഥാർത്ഥ മുഖമെന്ന് മണിപ്പൂരിൽ നാം കണ്ടതാണ്. മണിപ്പൂരിൽ 100 കണക്കിന് ആളുകളാണ് കൊല ചെയ്യപ്പെട്ടത്. പക്ഷേ അവിടെ രാഷ്ട്രീയ ലാഭം മാത്രം ലാക്കാക്കിയിട്ട് പ്രധാനമന്ത്രി അങ്ങോട്ട് പോയില്ല. അവിടെ കൂട്ടക്കുരുതി നടത്തുക മാത്രമല്ലല്ലോ ചെയ്തത്. അവിടെ സ്ത്രീകൾ പൂർണ്ണ നഗ്നരായി തെരുവിലൂടെ വലിച്ചഴക്കപ്പെട്ടു. അവരുടെ വീഡിയോ എടുത്ത് രാജ്യമാകെ പ്രചരിപ്പിച്ചു. എന്നിട്ടും ആ കാബാലികരെ അറസ്റ്റ് ചെയ്യാൻ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരുന്നതിന് വേണ്ടി ഇവർ തയ്യാറായില്ല എന്നുള്ളത് നമ്മുടെ മുമ്പിൽ നിൽക്കുന്ന ജീവിക്കുന്ന വസ്തുതയാണ്. മഹാഭാരതത്തില് ദ്രൗപദിയുടെ വസ്ത്രാക്ഷേപം നടത്തിയിട്ടുള്ള ദുശാസനെ നമ്മൾ വായിച്ചിട്ടുണ്ട്. ആ ദുശാസനന്മാരുടെ പടയായിട്ട് ഈ RSSന്റെ, അവരുടെ ബജ്രംഗ് ദള്, അതുപോലുള്ള സംഘടനകൾ മാറിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഇന്നത്തെ ചിത്രം. തീർച്ചയായും നമ്മൾ ആ ദൃശ്യങ്ങൾ കാണുകയും ചെയ്തതാണല്ലോ. ഡോക്ടർ വി ശിവദാസ്, അങ്ങ് ഈ പറയുന്ന കണക്കുകളുടെയും മുൻകാല അനുഭവങ്ങളുടെയും വിവരം നമുക്ക് അടുത്ത ഘട്ടത്തിൽ ചർച്ച ചെയ്യാൻ തോന്നുന്നു. നമുക്ക് ഈ വിഷയത്തിലൊന്ന് നിന്ന ശേഷം എല്ലാവരുടെയും പ്രതികരണം എടുത്ത ശേഷം ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.